മൃണ്മയിയായ ഭൂമിദേവി തരുലതകളെയും തൃണരാശികളെയും ഇളക്കിമറിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ജനിക്കുന്നവരാകട്ടെ ഉടനീളം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും അതിൽ നിന്നും ചിരിയുടെ വെള്ളി വെളിച്ചങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നവർ അപൂർവമാണ്. ചിരിയുടെ വെള്ളി വെളിച്ചത്തിൽ അറിവിന്റെ കയ്യൊപ്പുണ്ട്. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ ആദരണീയനായ വഴികാട്ടി ശ്രീ വി കെ ശ്രീരാമൻ. ഗുഡ് ഈവനിങ് സർ. ആൻഡ് നിമ്മി, ഗുഡ് ഈവനിങ്. ചിരിയുടെ വെള്ളി വെളിച്ചം എന്നതിന് ചിലപ്പോഴൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരൊറ്റ വാക്കാണ് ഇന്നത്തെ പ്രൊഫൈൽ. ലെറ്റ്സ് സീ ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. അശ്വമേധം എന്ന് പറഞ്ഞ ഈ മെഗാ ഹിറ്റ് പ്രോഗ്രാം പണ്ടായിരുന്നപ്പോഴും ഇപ്പോഴായിരുന്നപ്പോഴും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ ഈ പ്രോഗ്രാം കണ്ടതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ എങ്ങനെ വളർത്തി ഇങ്ങനെ പന്തലിപ്പിച്ച് കൊണ്ടുവരാം എന്നാണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൂടുതലും സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ കുട്ടികളുടെ ഒപ്പം എന്തെങ്കിലും കൊച്ചു വർത്താനം പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പൊട്ട കുട്ടി എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പണ്ടത്തെ ഒരു സിനിമയിൽ നമ്മുടെ സലിം കുമാരേട്ടൻ പറഞ്ഞ പോലെ കണ്ട വലിയ ലുക്കിലെന്നുള്ളൂ ഒടുക്കത്തെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞില്ലേ, അതെനിക്കിവിടെ തെളിയിക്കണം. എന്നെ എല്ലാവരും ഇപ്പോൾ ഈ പിള്ളേരുടെ കൂടെ കൂടിയിട്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ ബുദ്ധി ഉള്ളൂ എന്നൊക്കെ നമ്മുടെ രമേശ് പിഷാരടിയൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. അതിൻ്റെ വൈരാഗ്യം തീർക്കണം, എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞേക്ക്. ഞാൻ പോയി വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വരാം. ഓക്കെ? യെസ്. ആൻഡ് ദാറ്റ് വാസ് ദ പ്രൊഫൈൽ ഓഫ് ദ എവർ സ്മൈലിംഗ് സുബി സുരേഷ്. ചിരിച്ചും ചിന്തിപ്പിച്ചും വർഷങ്ങളായി മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൂടുകെട്ടിയ ആ ചിരിക്കുടുക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. സുബി സുരേഷ്, പ്ലീസ് വാക്ക് ഇൻ വിത്ത് എ സ്മൈൽ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് യാഗം തുടങ്ങാം. എന്ത് പറയാൻ? ഈ പ്രോഗ്രാമിൽ വരാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ്. എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അറിയാം എനിക്ക് നല്ല ബുദ്ധിയുണ്ട് എന്നുള്ളതറിയാം. എൻ്റെ വീട്ടുകാരൊക്കെ പറയും എനിക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് പറയും. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മിമിക്രി ഒക്കെ കളിക്കുന്നതുകൊണ്ട് ഡാൻസും സിനിമാറ്റിക് ഡാൻസ് ഒക്കെ അല്ലേ കളിക്കുന്നത്. പിന്നെ കൊച്ചു പിള്ളേരുടെ ഒപ്പം ഉള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നാട്ടുകാരും അംഗീകരിക്കുന്നില്ല. കൂടെയുള്ള വലിയ ആൾക്കാരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ മിമിക്രി കാണിക്കാൻ പറയാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെയല്ല. ഞാനൊരു മിമിക്രിക്കാരിയല്ലോ, സ്കിറ്റൊക്കെ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ അംഗീകരിക്കണം, ബുദ്ധി ഉണ്ടെന്നുള്ള രീതിയിൽ. അതിനു വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ വരാമെന്ന് വിചാരിച്ചത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ അംഗീകരിപ്പിക്കും. അത് തന്നെ, അത് വേണം. ജഗദീഷ് ഒരു സിനിമയിൽ പറയും സഹചരീകരിക്കുക എന്ന്. എന്ന് വെച്ചാ എന്തോ ഞാൻ വേറെന്തോ വിചാരിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ജാഗത്തിലേക്ക്. So, ready? Ready. Education. വിദ്യാഭ്യാസം. ഏതുവരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എന്തായിരുന്നു വിഷയം? എക്കണോമിക്സ് ആണ്. The father of economics is Adam Smith. ശരിയോ തെറ്റോ? തെറ്റ്. അദ്ദേഹം വെൽത്ത് ഓഫ് നേഷൻസ് എഴുതിയെങ്കിലും എക്കണോമിക്സിന്റെ പിതാവ് എന്ന ലേബൽ അദ്ദേഹത്തിനില്ല. ശരിയായ ഉത്തരം ₹1,000. You can put it back and move to the next bowl. Assassinations, കൊലപാതകങ്ങൾ തിരികെ നിക്ഷേപിച്ചു. ലീ ഓസ്വാൾഡ് കൊന്നത് ആരെയാണ്? എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി. പെട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. കൊന്നയാളോ? അല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊലയ്ക്കും കൊലപാതകത്തിനും ഇടയിൽ ഞാൻ പെട്ടുപോയി എന്ന് തോന്നുന്നു. ഒന്നും കൂടി പറയും. എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി.
ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. You won rupees 2,500 and move to the third bowl. ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ. എത്ര മനോഹരമായ പദം അല്ലേ? ആരായിരുന്നു അവസാനത്തെ ഗോത്രവർഗ രാജാവ്? ചെമ്മല രാജാവ്, പൊട്ടിമല രാജാവ്, കോഴിമല രാജാവ്? ഇതിന്റെ ഉത്തരം എനിക്ക് കറക്റ്റ് അറിയില്ല സത്യം പറഞ്ഞ. ഞാനൊന്ന് ഗസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ചെമ്പിനെയാണോ പൊടിയാണോ കോഴിയാണോ ഇഷ്ടമെന്ന് ആലോചിച്ചിട്ട് ഗസ് ചെയ്യും. ചെമ്മരിയേക്കാൾ ഇഷ്ടം കോഴിയെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉത്തരം പറയാൻ പറ്റും. പൊടിമല രാജാവ്, ചെമ്മരി, കോഴിമല രാജാവ്. കോഴിമല രാജാവ്. കോഴിമല രാജാവ്. കോഴിമല രാജാവ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. You won rupees 5,000. ഇനി നമുക്കൊരു വിഷ്വൽ കാണാം. ഇതാരാണെന്ന് പറയാം. ആരാണെന്ന് പറയാം. എൻ്റെ ചെറിയൊരു ജ്ഞാനം വെച്ച് പറയുകയാണെങ്കിൽ, ക്ലൂ വേണോ? ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഉറപ്പിക്കാൻ പറ്റും. ഇദ്ദേഹം സെഞ്ചുറി അടിച്ചു. നിസ്സംശയം പറയാൻ പറ്റും. വി ആർ കൃഷ്ണയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. പോയ ദിവസങ്ങളിൽ നമ്മളെ ഉപേക്ഷിച്ചു പോയ ആദരണീയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ് ടു ബി. യു ആർ വൺ rupees 10,000. ഇനി ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് കുട്ടിത്തം കാണിച്ചും ഇടയ്ക്ക് തമാശകൾ പറഞ്ഞും സുബി ഉണ്ടാകും നമ്മുടെ കൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീരുമാനം സുബിയുടേതാണ്. പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ എൻ്റെ ആദ്യത്തെ സൂചന സഹകരണം. ചിരിച്ചും ചിന്തിച്ചും ഗസ് ചെയ്തുമൊക്കെ പ്രിയങ്കരിയായ സുബി ആദ്യ റൗണ്ട് പൂർത്തിയാക്കി. സുബി യാഗത്തിലേക്ക് കടക്കുകയാണോ? കാത്തിരിക്കാം. യെസ് ഓർ നോ? Yes is the sign and Subi, walk in please. Ready? Ready. Please go to the jury. സുന്ദരമായ സുസ്മിതങ്ങളും സുചിന്തിതമായ ചോദ്യങ്ങളുമായി നമ്മൾ കടക്കും യജ്ഞം. സുബി, സുബി വിചാരിച്ച പേര് നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നു? അപ്രൂവ്. പ്ലീസ് സുബി. താങ്ക് യു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആണോ? ആരാ കൂടെ വന്നിട്ടുള്ളത്? അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട്. എവരെ? ഇരിക്കുന്നു. അച്ഛനും അമ്മയും പാട്ടൊക്കെ പാടോ? അച്ഛൻ പാട്ട് പാടില്ല, അമ്മ അച്ഛനെ കൊണ്ട് പാടിക്കും. തന്നെ? ആണോ? അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം, അമ്മയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടമല്ല. അല്ല. സ്കൂളിൽ പോകാറുണ്ടോ? ഇടയ്ക്ക് ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം പോകും. ആണോ? അച്ഛന് കണക്കൊക്കെ നല്ല അറിയാമോ? അച്ഛൻ അമ്മ കണക്കിന് നല്ല കൊടുക്കാറുണ്ട്. ഉണ്ട്. അച്ഛന് കണക്ക് ഒറ്റ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അച്ഛൻ്റെ കണക്കൂട്ടിൽ മൊത്തം തെറ്റിപ്പോയി എന്ന് അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്. അത് പറഞ്ഞപ്പോഴല്ലേ അമ്മ അടിച്ചത്? അങ്ങനെയില്ല, ഇടയ്ക്ക് മാത്രം. അമ്മയുടെ മുമ്പിൽ വെച്ചൊന്നുമില്ല. അടുത്ത മാസം വീട്ടിലെ വിലാസിനി ചേച്ചിയുടെ അടുത്ത് വിലാസിനി നമ്മുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് വിലാസിനി അല്ല, ശോഭാൻറ്റി. വീടിന്റെ മുകളിൽ മേലെ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ശോഭാൻറ്റിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ. വിലാസിനി ആന്റിയുടെ അടുത്ത് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരെയും ഒന്നും കേട്ടില്ല. ആണല്ലേ? ആഹാരമൊക്കെ വെച്ചു തരുമോ? ഇല്ല, ഒന്നും തരില്ല. പട്ടിണി ആയതുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്. അവർക്ക് തല്ലുപിടിക്കാൻ മാത്രമേ നേരമുള്ളൂ. കഷ്ടം. എങ്ങനെയാണോ നിങ്ങൾ ഈ കുട്ടിയെ വളർത്തുന്നത്?
എന്താ ഉടുപ്പ്? നല്ല ഉടുപ്പിട്ടിരിക്കുക. ഉടുപ്പ് ശോഭാൻറ്റി തന്നതാ. അമ്മയെക്കാളും ഇഷ്ടം ശോഭാൻറ്റിക്കാ മോളോട് തന്നെയല്ലേ? ആ, അച്ഛനും അങ്ങനെ തന്നെ അമ്മ പറയുന്നേ. എന്നാ പിന്നെ ഈ അമ്മയെ വേണ്ടാന്ന് വെച്ചിട്ട് ശോഭാൻറ്റിയോട് കൊണ്ട് അങ്ങ് പോയാൽ പോരെ? അയ്യോ അങ്ങനെയല്ല, വീട്ടിൽ തുണി അലക്കാനൊക്കെ ആരെങ്കിലും വേണ്ടേ. പിന്നെ അമ്മ തുണി അലക്കാൻ മാത്രമല്ല അച്ഛൻ അലക്കുകയും ചെയ്യാറുണ്ട്. ആരംഭിക്കാം. ആരംഭിക്കാം. നിങ്ങളുടെ ഈ മാനസപുത്രി വിചാരിച്ച പേര് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അയ്യോ എന്റെ മകളായിട്ട് ദത്തെടുത്തോ? ഇനി എന്തിനാ മാന്തം? കുതിര കുതിക്കട്ടെ. യെസ്. സുബിയുടെ വിജയവഴികളിലേക്ക്. എൻ്റെ ആദ്യത്തെ ചോദ്യം, സുബി വിചാരിച്ച വ്യക്തി ഈ ലോകത്തിനെ ചിരിപ്പിച്ച ഒരാളാണ്? ചിരിപ്പിച്ചിട്ടും ഉണ്ട്. പ്രധാനമായും ആണ്. ചിരിപ്പിച്ചിട്ടുണ്ട്. ആണ്. മലയാളി? യെസ്. അത് പ്രധാനമായും ചിരിപ്പിക്കലായിരുന്നു പണിയെന്ന് തോന്നുന്നു. അതെ, പ്രധാനമായും ചിരിപ്പിക്കില്ല, അദ്ദേഹത്തിന്റെ ഇതിലൂടെ ചിരിപ്പിച്ചിട്ടുമുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്ത്? അതെ. ആണോ? രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം അല്ല. കല? യെസ്. സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തി? ബന്ധമുണ്ട്. പ്രധാനം അതല്ല. 50-50 ആണ്. 50-50 ആണ്. പുരുഷനാണ്. യെസ്. സിനിമാ നടനായിരുന്നു. സിനിമയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. സിനിമാ നടനായിരുന്നോ എന്ന് ഐ ആം നോട്ട് ഷുവർ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പറയാൻ പറ്റും. എന്നാൽ സിനിമാ നടൻ എന്നുള്ള രീതിയിലായിരുന്നില്ല അദ്ദേഹം. അഭിനയിച്ചിട്ടുണ്ട്. ആ, ജനകീയ കലാകാരനായിരുന്നു. അതെ. അതെ. ആയിരുന്നു. രാഷ്ട്രീയ അവബോധമുള്ള ഒരാളായിരുന്നു. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ ആയിരുന്നു. ആയിരുന്നു. രാഷ്ട്രീയ അവബോധമുള്ള ആളായിരുന്നു. ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അതേ കലാരംഗത്ത് പ്രശസ്തരാണോ? ഉണ്ട്. ആ ജനകീയ കലാകാരൻ പല്ലാങ്കുഴി എന്ന ചലച്ചിത്രത്തിൽ നായക കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. 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 തൊണ്ണൂറിന് ശേഷം മരണം? ആ, അതെ. ആണ്. നമ്പർ 14. യെസ്. കൊല്ലം, ആലപ്പുഴ, കായംകുളം ജില്ലകളിലൊന്നും? അല്ല. നമ്പർ 15. സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാമോ? സംവിധാനം, ഗാനരചന, നിർമ്മാണം, അഭിനയം എന്നിങ്ങനെ? സമസ്ത മേഖലകളിലും എന്ന് പറയാൻ പറ്റില്ല. സ്റ്റണ്ടൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇല്ല. സിനിമയുടെ പ്രധാന മേഖലകളിലെല്ലാം കൈവച്ച ഒരാളാണ്, ഒരു കാരണവസ്ഥാനമുള്ള ഒരാളാണ് എന്ന് പറയാമോ? അല്ല. അല്ല. പറയാൻ പറ്റില്ല. സിനിമാ നടൻ എന്ന് തന്നെയാണ് പ്രധാന പ്രശസ്തി? അല്ല. അല്ല. അല്ല, ഉറപ്പാണ്. അഭിനയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രധാന പ്രശസ്തി അതല്ല. അല്ല. ഏതെങ്കിലും തരത്തിലുള്ള നൃത്തരൂപങ്ങളുമായോ
ക്ഷേത്രകലകളുമായോ ബന്ധപ്പെട്ട ആളാണോ? അല്ല. ഗുഡ്. 17. പെർഫോമർ എന്നതിനേക്കാൾ ഉപരി ഓർഗനൈസർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ലൈഫ് ലൈൻസ്. ലൈഫ് ലൈൻ അല്ല. അല്ല. ഫാദർ ആബേലിനെ പോലെ ഒരാളുമല്ല. അല്ല. 17 ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര ലൈഫിനെ എടുത്തു സർ? 2 അല്ലേ? കഥാപ്രസംഗകലയുമായി ഒരു ബന്ധവുമില്ല. ഇതുവരെ ചോദിച്ചിരുന്നില്ല, അത് ഇപ്പൊ ചോദിച്ചു. അതെ, ഉണ്ട്. I can ask you only one question. Yes, you can ask me. അദ്ദേഹത്തിന്റെ പ്രധാന കഥാപാത്രങ്ങൾ മനുഷ്യരായിരുന്നു. അതെ. എനിക്കൊരു ഗസിനല്ലേ ചാൻസ് ഉള്ളൂ. ജോസഫ് കൈമാപ്പറമ്പനാണോ? അല്ല. പറയൂ. കെടാമംഗലം സദാനന്ദനാണ് വിചാരിച്ചത്. ബന്ധുക്കൾ പ്രശസ്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കഥാപ്രസംഗമാകാം എന്ന് ആദ്യമേ എത്തിയ ഞാൻ സാംബശിവനിലേക്കും വസന്തകുമാർ സാംബശിവനിലേക്കും പോയി. സാംബശിവൻ അഭിനയിച്ച സിനിമയാണ് പല്ലാങ്കുഴി. അതുകൊണ്ടാണ് ഞാൻ സാംബശിവനിലേക്ക് പോയത്. സാംബശിവനല്ല എന്ന് മനസ്സിലാവുകയും പിന്നെ ഈ കഥയുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അതിൽ പാരഡി പറയുന്നവരെയും ഒക്കെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ബന്ധു പ്രശസ്തനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രശസ്തനാകാം എന്ന അർത്ഥത്തിലാണ് ജോസഫ് കൈമാപ്പറമ്പിലേക്ക് പോയത്. നിങ്ങൾ മുൻ തലമുറ പ്രശസ്തനായിരുന്നു എന്ന അർത്ഥത്തിലാണ് കെടാമംഗലം സദാനന്ദനിലേക്ക് പോയത്. അതെ അല്ലേ? കെടാമംഗലം സദാനന്ദൻ. വെരി ഗുഡ് സുബി. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹25,000. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ആലോചിക്കാനുള്ള ഒരു കാരണം, ഞാൻ ഇപ്പോൾ അറ്റ് പ്രസന്റ് താമസിക്കുന്നത് വരാപ്പുഴ എന്ന സ്ഥലത്താണ്. അതുകൂടാതെ കെടാമംഗലം സദാനന്ദൻ സാറിൻ്റെ ഒരു ശിഷ്യൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, വിനോദ് കെടാമംഗലം. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഒരു പേര് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു പേരാണ് ഓർമ്മ വന്നത്. ഞാൻ ആ നാട്ടിലേക്ക്, അതിൻ്റെ അടുത്ത പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുകയും കൂടി ചെയ്തപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്നാണ് തോന്നിയത്. കെടാമംഗലം സദാനന്ദൻ പ്രശസ്തനായ മലയാള കഥാപ്രാസംഗികനായിരുന്നു. സിനിമ നാടക നടൻ കൂടിയായിരുന്ന ശ്രീ സദാനന്ദൻ ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. ഏകദേശം 64 വർഷക്കാലം കഥാപ്രസംഗ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച കെടാമംഗലം 40-ലേറെ കഥകൾ 15,000 വേദികളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചങ്ങമ്പുഴയുടെ രമണൻ 3500-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചു. 12 സിനിമകൾക്ക് തിരക്കഥയും 100ഓളം സിനിമാ ഗാനങ്ങൾക്ക് രചനയും 40ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എൻ്റെ ആദ്യത്തെ സൂചന സഹകരണം എന്നായിരുന്നു. നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ സൂചന വിദ്യാഭ്യാസം എന്നതാണ്. സുധി യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ സുഗംഭീരമായി മത്സരിച്ചു, 25,000 രൂപ സമ്മാനം നേടി. രണ്ടാം റൗണ്ടിൽ മനസ്സിൽ ഒരു സംഭവമാണ്. ഈ തലയ്ക്കകത്ത് ഏതോ ഒരു വലിയ കുട്ടി സംഭവം, അല്ലേ? അതെ. ഇരിക്കൂ. തുടങ്ങാം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മമ്മി, ഡാഡി, ബ്രദറ്, ഞാൻ. പിന്നെ ബ്രദറിന്റെ മാരേജ് കഴിഞ്ഞു, സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. സുബി, പിന്നെ ഈ ടെലിവിഷൻ മേഖലയ്ക്ക് പുറത്ത് എന്തെല്ലാം ആക്ടിവിറ്റി ഉണ്ട്? സ്റ്റേജ് ഷോസ് ആണ് ടെലിവിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നത്. സ്റ്റേജ് ഷോസിൽ ഡാൻസ് ചെയ്യും,
പിന്നെ സ്കിറ്റ് അങ്ങനെയുള്ള കലാമേഖലയുമായി ബന്ധമുള്ള കാര്യങ്ങൾ മറന്നേക്കൂ. അല്ലാതെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഓരോരുത്തർക്ക് പറ്റുന്ന കഴിവിനനുസരിച്ചുള്ള രീതി ഉണ്ടാവും. കഴിവിനനുസരിച്ചുള്ള രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ആരെയും അധികം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്വന്തം വേദന ഏറ്റുവാങ്ങാതിരിക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. ഒരുപാട് യാത്ര പോകാറുണ്ട്. ഉണ്ട്. യാത്ര പോകുന്ന സ്ഥലത്തെല്ലാം സുബി എന്തെങ്കിലും തൊന്തരവ് ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനോ? തൊന്തരവ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് ശരിയാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 5 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കുന്ന ഒരു 3:30 മണിക്ക് എഴുന്നേക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവില്ല, ലഞ്ചിന് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കാണാതിരിക്കുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത്ര നേരം ഞാൻ ഉറങ്ങുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള 1-2 തൊന്തരവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെയുള്ള തലവേദനയൊന്നും ഞാൻ വിമാനത്തിലകത്തൊക്കെ എവിടെ നിന്ന് കള്ളം പറയാതെ സത്യമായിട്ടും വിമാനത്തിന്റെ അകത്തും എയർപോർട്ടിലും പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയാ. മറ്റേ ക്യൂ നിന്നിട്ടൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? അതെ, ഞാനല്ല അത്. ഞങ്ങൾ ഒരേപോലെയൊക്കെയാ ഏകദേശം, സ്വഭാവം അനുസരിച്ച്. പക്ഷെ ഞാനല്ല അത്. ആള് മാറിപ്പോയി. ശരി, തുടങ്ങാം. സുബി മനസ്സിലോർത്ത സംഭവം അംഗീകരിക്കുന്നു സർ? അംഗീകരിക്കുന്നു. You are ready to help her? സുബി മനസ്സിലോർത്ത ആ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതെ. നല്ല സംഭവം? അതെ. ഇന്ത്യയിൽ നടന്ന സംഭവം? അതെ. കേരളത്തിൽ നടന്ന സംഭവം? യെസ്. 2000-ന് ശേഷം നടന്ന സംഭവം? അല്ല. തിരുവനന്തപുരം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ ജില്ലകളിൽ നടന്ന ഒരു സംഭവം? അതെ. തിരുവനന്തപുരം, കൊല്ലം? അല്ല. പത്തനംതിട്ട, ആലപ്പുഴ? അതെ. 1980-ന് ശേഷം നടന്ന സംഭവം? അല്ല. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ? അതെ. അതിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ സംഭവത്തിൽ വാരിക്കുന്നം പത്രോസ് ഇടപെട്ടിട്ടുണ്ടോ? ലൈഫ് ലൈൻ വേണം. ഉണ്ട്. PKC ഇടപെട്ടിട്ടുണ്ടോ? ലൈഫ് ലൈൻ ഉണ്ട്. പൊളിഞ്ഞു പോ. പുന്നപ്ര വയലാർ പ്രക്ഷോഭമാണ്. കറക്റ്റായിട്ട് പറഞ്ഞു. പുന്നപ്ര വയലാർ സമരം ജന്മിത്തത്തിനെതിരെ കർഷകരും കയർ ഫാക്ടറികളിൽ ചൂഷണം നേരിട്ട തൊഴിലാളികളും നടത്തിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. സാമ്പത്തിക മുദ്രാവാക്യത്തോടൊപ്പം നാട്ടുരാജ്യ സ്ഥാപനത്തിനെതിരായുള്ള രാഷ്ട്രീയ മുദ്രാവാക്യവും സമരക്കാർ ഉയർത്തിയിരുന്നു. 1946-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരങ്ങൾ സായുധ പോരാട്ടത്തിലും രക്തച്ചൊരിച്ചിലിലും അവസാനിച്ചു. 1990-കളിൽ ഭാരത സർക്കാർ പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു. ഒരു പാട്ട് പാടാൻ അറിയില്ല. ഒരു തമാശ പറയും. അയ്യോ, ഇല്ല. ഞാൻ തോറ്റതിന്റെ സന്തോഷത്തിൽ ഞാൻ പാട്ട് പാടണം. നിങ്ങൾ ആരെങ്കിലും പറയോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. പ്രോഗ്രാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ അത് കൊളമാക്കാനായിട്ട് ഞാൻ ടൈറ്റിൽ മ്യൂസിക്കിന് ഡാൻസ് നമ്മൾ രണ്ടുപേരും കൂടി കളിക്കുകയാണെങ്കിൽ ഡ്യുവറ്റ് കളിക്കുകയാണെങ്കിൽ ഞാൻ കളിക്കാം. ഡ്യുവറ്റ് കളിക്കാം. വാ, അപ്പോൾ കളിക്കാം. ശരി. ടൈറ്റിൽ മ്യൂസിക്കിന് വേണ്ടി നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു 10 ദിവസം സമയമെടുത്ത് പഠിച്ച്, അല്ലേ, ഇതിന്റെ ഒരു 100ാമത്തെ എപ്പിസോഡിൽ നമ്മൾ രണ്ടുപേരും ഡ്യുവറ്റ് കളിക്കും. സോ നിമ്മി പ്ലീസ്. ഇത് ഞങ്ങളുടെ അശോഭഹാരം. ഇത് നിങ്ങളുടെ പ്രോഗ്രാമിലെ കുട്ടികൾ നോക്കി ചിരിക്കുന്നത് പോലെ നിമ്മി നോക്കി ചിരിച്ച ഇത് മെർ റിയൽട്ടേഴ്സിന്റെ ആലപ്പുഴയിലെ കായലോരം എന്ന മനോഹരമായ റിസോർട്ടിൽ പോയി 2 ദിവസം നിങ്ങൾ 2 പേർക്ക് താമസിക്കുവാനുള്ള സമ്മാനം. 2 പേർക്ക് താമസിക്കാൻ എന്ന് പറയുമ്പോൾ കൂടെ ആരെ കൊണ്ടുപോകും? ഇപ്പോ നിമ്മിയില്ലേ ഇവിടെ? അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലേ. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ 3ാമത്തെ സൂചന: ഇലകൾ കൊഴിയുന്നു. സുബി സുരേഷ് രസകരമായി അവശേഷിപ്പിച്ച അറിവിന്റെ ഈ അംഗക്കളരിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥിയാര് എന്ന് നോക്കാം. ലെറ്റ്സ് ഹാവ് എ പ്രൊഫൈൽ.
ഞാൻ അഭിലാഷ്. മലയാളികൾ ഏറ്റവും കൂടുതൽ അതിശയത്തോടുകൂടി ആസ്വദിച്ചിട്ടുള്ള അപൂർവം ചില പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അശ്വമേധം. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അടിസ്ഥാനപരമായൊരു മാധ്യമപ്രവർത്തകനാണ്. എങ്കിലും ഇത്തവണ അശ്വമേധത്തിലെ ഗ്രാൻഡ് മാസ്റ്റർക്കൊപ്പം ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് മത്സരിക്കാൻ, മനസ്സിലൊരാളെയും ഒളിപ്പിച്ചുകൊണ്ട് വന്ന് മത്സരിക്കാൻ സാധിക്കുമോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അത്തരം ആകാംക്ഷയും എനിക്കില്ല. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദി ഇപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മനസ്സിലെ മറ്റൊരു വേദന, മറ്റൊരു ഓർമ്മ, അത് ഗ്രാൻഡ് മാസ്റ്റർക്കൊപ്പം അശ്വമേധത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അശ്വമേധത്തിൽ കഴിഞ്ഞ ഈ അശ്വമേധത്തിൻ്റെ തന്നെ പല ഷെഡ്യൂളുകൾ മത്സരിക്കാൻ വന്നിരുന്നു. അന്നൊന്നും എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളാണ്, ഒരു പക്ഷേ വേദനയുള്ള ചില ഓർമ്മകളാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും അതിന് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മത്സരവേദിയിൽ ഗ്രാൻഡ് മാസ്റ്റർക്കൊപ്പം കാണാം. So that was the profile of Mr. VC Abhilash. Hello Abhilash. തിരുവനന്തപുരം ജില്ലയിൽ നിന്നെത്തിയാണ് അഭിലാഷ് അശ്വമേധത്തിൽ മത്സരിക്കുന്നത്. ജനയുഗം പത്രത്തിൽ പ്രവർത്തിക്കുന്നു. അതെ. ഓൾ ദി ബെസ്റ്റ്. യാഗം ആരംഭിക്കും. ഒളിമ്പിക്സ്. ശരി, തിരികെ നിക്ഷേപിച്ചു. താങ്കളോടുള്ള ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തിയാണ് നോർമൻ പ്രിച്ചാർഡ്. ശരിയോ തെറ്റോ? ശരി. ശരിയായ ഉത്തരം. നോർമൻ പ്രിച്ചാർഡ് എന്ന ബ്രിട്ടീഷുകാരൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട്, വെള്ളി മെഡൽ. 1000 രൂപയുടെ മിർ റിയൽറ്റേഴ്സിന്റെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. രണ്ടാം ബൗളിലേക്ക് നീങ്ങാം. കേരളം എന്നതാണ് വിഷയം. താങ്കൾക്ക് തിരികെ നിക്ഷേപിക്കാം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാംഗമായ വ്യക്തി ആരാണ്? ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാംഗമായ ആദ്യത്തെ മലയാളി ആരാണ് കേരള നിയമസഭയിൽ? റോസമ്മ പുന്നൂസ്, റോസമ്മ ചാക്കോ? റോസമ്മ പുന്നൂസ് ശരിയായ ഉത്തരമാണ്. 2500 രൂപ താങ്കൾക്ക് സ്വന്തം. 5000 രൂപയുടെ അടുത്ത ബൗളിലേക്ക് താങ്കൾക്ക് നടക്കാം. കുട്ടികളാണ് താങ്കൾക്ക് ഇത്തവണ കിട്ടിയ വിഷയം, അല്ലേ? അതെ. ശരി. ആരാണ് ശങ്കരമ്മാവൻ എന്നറിയപ്പെട്ട കുട്ടികൾക്ക് പ്രിയങ്കരനായ കലാകാരൻ? ചോയ്സ് എ ജി ശങ്കരക്കുറുപ്പ്, ചോയ്സ് ബി KG ശങ്കരപ്പിള്ള, ചോയ്സ് സി കാർട്ടൂണിസ്റ്റ് ശങ്കർ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 റുപ്പീസ് താങ്കൾക്ക് സ്വന്തം. ഇനി ഒരു കാഴ്ചക്കടമ്പ. കമോൺ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ദൃശ്യം നമുക്ക് കാണിക്കാം. ആരാണ് ഇദ്ദേഹം? കൊട്രോച്ചി. ബോഫോഴ്സിന്റെ കൊട്രോച്ചിയാണ്. ഒരിക്കൽ കൂടി ആ വിഷ്വൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. സാരമില്ല മിസ്റ്റർ അഭിലാഷ്, അൺഫോർച്ചുനേറ്റ്. വരൂ. മത്സരം ഇവിടെ അവസാനിച്ചെങ്കിലും താങ്കൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അത് പറയാം. അതിനു മുൻപ് ആ ഉത്തരം എന്താണെന്നറിയണ്ടേ? ആ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ തോക്ക് നിർമ്മിച്ചത്.
കലാഷ്നിക്കോവിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത്. കയ്യിലിരുന്ന് തോക്കേതാണ് AK-47 ആണ്. കലാഷ്നിക്കോവിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. പറയൂ, താങ്കൾക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ആഹ്ലാദം പകരുന്നതും മറ്റൊന്ന് വല്ലാത്ത വേദന നിറഞ്ഞ ഗൃഹാതുരത്വം. മലയാളികൾക്ക് മാത്രമല്ല, അശ്വമേധത്തിന് പ്രത്യേകിച്ച്, പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഒന്ന്. ഈ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് പിന്നെ ഏതൊരു മലയാളിയും പോലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ എനിക്ക് പങ്കെടുക്കാം. പക്ഷേ ഞാൻ ഇന്നിവിടെ വരാൻ ആഗ്രഹിച്ച കാര്യം, പ്രധാനമായ കാര്യം, അതെനിക്ക് ഒരുപക്ഷെ ഇപ്പോഴേ പറയാൻ പറ്റുമോ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ അവസരം തന്നതിൽ ഞാൻ ആദ്യം ഗ്രാൻഡ് മാസ്റ്ററോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മത്സരാർത്ഥിയായിരുന്ന വിനീത എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അപ്രതീക്ഷിതമായി നമ്മളെ വേർപെട്ടു പോയ വിനീതയെക്കുറിച്ച് 2 വാക്ക് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഞാൻ വിനീതയുടെ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പകൽ എന്ന പേരിൽ ഒരു ലിറ്റിൽ മാസിക സ്വന്തമായി അച്ചടിച്ച് പുറത്തിറക്കിയിരുന്നു. അന്ന് ആ വഴിക്ക് എനിക്ക് കിട്ടിയ ഒരു നല്ല അനിയത്തിയായിരുന്നു വിനീത. അപാരമായ തരത്തിലുള്ള കവിതാവാസനയുള്ളൊരു കുട്ടിയായിരുന്നു. കത്തുകളിലൂടെ, നിരന്തരമായ ഫോൺ വിളികളിലൂടെ വിനീതയും വിനീതയുടെ സ്നേഹമയായ അമ്മയും അധ്യാപകരൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ വിനീതയുടെ കവിത അച്ചടിച്ച് വന്നാൽ ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ വിനീത എന്നെ വിളിക്കും. ഞാനൊരു പക്ഷേ വിളിച്ചില്ലെങ്കിൽ വിനീത എന്നെ അങ്ങോട്ട് വിളിക്കും, ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു കവിത. മോശമാണെന്ന് പറഞ്ഞാലും വിനീതയ്ക്ക് വിഷമമില്ല. ഇനി നന്നായി ഞാൻ അടുത്ത കവിത എഴുതുമെന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു. ഒരിക്കൽ പോലും എനിക്ക് വിനീതയെ നേരിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഞാൻ അതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായി വിനീതയുമായി യാതൊരു ബന്ധവുമില്ല. അതിന് ഞങ്ങൾ പിന്നീട് പരസ്പരം ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാതിരുന്ന ആ കാലഘട്ടത്തിലാണ് വിനീതയുടെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. ഇതെനിക്ക് വിനീത അയച്ചു തന്നു. ആദ്യത്തെ പുസ്തകമാണ്. അന്ന് 7ാം ക്ലാസ്സിലായിരുന്നു വിനീത പഠിക്കുന്നത്. അതിനുശേഷം വിനീതയുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. വളരെ യാദൃച്ഛികമായി അശ്വമേധത്തിൻ്റെ ഓഡിഷന് തിരുവനന്തപുരത്ത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വിനീതയെ കാണുകയുണ്ടായി. നിർഭാഗ്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അത് ആ വിനീതയാണെന്ന് എനിക്കോ വിനീത നിരന്തരം വിളിച്ചിരുന്ന, കത്തെഴുതിയിരുന്ന ആ അഭിലാഷ് എന്ന് പറയുന്ന ആ പത്രാധിപർ ഞാനാണെന്നോ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങൾ പരിചയപ്പെട്ടു. പാലക്കാട് നിന്നുള്ള വിനീതയാണ്. എൻ്റെ മുമ്പിൽ ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചു കുഞ്ഞാണ് വിനീത. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. പത്രപ്രവർത്തകനായ എന്നെ വിനീത പരിചയപ്പെട്ടു, പിരിഞ്ഞു. അതിനുശേഷം മരണവാർത്തയാണ് ഫേസ്ബുക്കിലൂടെ കാണുന്നത്. അശ്വമേധത്തിൽ വിനീത പങ്കെടുത്ത ആ സ്റ്റില്ലാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഒരുപക്ഷെ ആ വിനീതയാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഈ വേദിയിൽ വരണം, വിനീതയെക്കുറിച്ച് സംസാരിക്കണം എന്ന്. അതിനെനിക്ക് അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിനീത ശലഭച്ചിറകുകളോടെ അശ്വമേധത്തിൻ്റെ 2ാം വരവിലെ ആദ്യത്തെ അധ്യായങ്ങളിലൊന്നിൽ പങ്കെടുത്ത് ആദ്യമായി 25,000 രൂപ സമ്മാനമായി നേടിയ പെൺകുട്ടിയാണ് വിനീത. വളരെ ആകസ്മികമായി പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ വെച്ച് ഉണ്ടായ ഒരു റോഡ് അപകടത്തിൽ പെട്ട്, ഒരു ബസ്സിനിടയിൽപ്പെട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ വർണ്ണങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടി വന്നു വിനീത എന്ന സഹോദരിക്ക്. മയിൽക്കുഞ്ഞിനോട് കുഞ്ഞു കവിതകൾ വിനീത പണ്ട് എഴുതിയിരുന്നു. കുഞ്ഞിത്തരിവള കൊട്ടിക്കൊണ്ടൻ കുഞ്ഞനിയെത്തി ചിരിക്കുന്നു, അവളുടെ പുഞ്ചിരി കാണാനായി പൂമഴ മേഘം പൊഴിയുന്നു, തരിവള പാടും രാഗം കേൾക്കാൻ മാമഴ വില്ലുകൾ ഉയരുന്നു, കുഞ്ഞി കണ്ണിമ വെട്ടണ കാണാൻ മഞ്ഞുകണങ്ങൾ വീഴുന്നു, അവളുടെ കണ്ണിലെ മഷിയിൽ മുങ്ങിയ കർമ്മഴ മേഘം പാടുന്നു, അവൾക്കു വഴിയിൽ വെട്ടം തൂകാൻ മിന്നാമിന്നികൾ ഉയരുന്നു. അവളുടെ കണ്ണിലെ മഷിയിൽ മുങ്ങിയ കാർമഴ മേഘം പാടിക്കൊണ്ടിരിക്കും ആകാശത്ത്. അവൾക്ക് വഴിയിൽ വെട്ടം തൂകാൻ മിന്നാമിന്നികൾ ഉണ്ടാകട്ടെ ആകാശത്ത്. അല്ലേ? ഇത് താങ്കളുടെ ബുക്കാണ്. അതെ, കാർട്ടൂൺ വിചാരമാണ്, ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. അതെ. നന്ദി ഈ 2 പുസ്തകങ്ങൾക്ക്. തീർച്ചയായും.
അഭിലാഷ് എന്ന കാർട്ടൂണിസ്റ്റ് ഇവിടെ മത്സരിക്കാനെത്തി. അഭിലാഷിൻ്റെ മനസ്സിൽ മത്സരത്തിൻ്റെ ഉൾച്ചൂടിനേക്കാൾ കൂടുതലായി വിനീതയുടെ മത്സരാർത്ഥിത്വവും വിനീതയുടെ മരണവും പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുക എന്ന തീക്ഷ്ണമായ ഹൃദയത്തിൻ്റെ മിടിപ്പുകളാണ് ഉണ്ടായിരുന്നത്. മരണം എന്ന മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയ വിനീതയെ നമുക്കൊരിക്കൽ കൂടി സ്മരിക്കാം. ചഞ്ചലമാകാത്ത മനസ്സുകളോടെ സ്മരിക്കാം. വരും കാലമുണ്ടാകും വിനീതയുടെ സ്മരണകൾ വിരലുകളിടറാത്ത ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും എന്ന് നനയ്ക്കുകയും ചെയ്യാം. നിമി പ്ലീസ്. ഇത് താങ്കളുടെ മത്സരാർത്ഥത്തിനും വിനീതയുടെ സ്മരണയ്ക്കും. ഇത് ഞങ്ങളുടെ ഒരു സാന്ത്വന. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 സഹകരണം. സൂചന 2 വിദ്യാഭ്യാസം. സൂചന 3 ഇലകൾ കൊഴിയുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. വിനീതയുടെ ഈ പുസ്തകത്തിലെ അവസാനത്തെ കവിതയ്ക്ക് ബാല്യം എന്നു പേര്. ബാല്യത്തിൽ തന്നെ മരണത്തിലേക്ക് മടങ്ങിപ്പോയ ആ മിടുക്കിയെ ഓർമ്മിക്കുമ്പോൾ ഇതിലെ ചില വരികൾ ഓർത്തുപോകുന്നു. ഓർമ്മകളലിയും പുഴയിൽ ഒഴുകിപ്പോയൻ ബാല്യം, വികൃതിത്തരവും കുട്ടിത്തരവും കുസൃതിയും അതിലൊരു കണമായി. പക്ഷേ വിനീത ഇങ്ങനെ അവസാനിപ്പിച്ചു: ഓടിമറഞ്ഞൊരു ബാല്യം എനിക്കൊരു സമ്മാനപ്പൊതി തന്നു, അത് തുറന്നു നോക്കുകയെങ്കിൽ ഒരു പിടി ഓർമ്മകൾ നിറയും ചെപ്പ്. ശുഭരാത്രി ഫ്രം GS.